അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. A product A formed in the following reaction sequences. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ചാപ്റ്ററുകൾ കണക്ട് ചെയ്ത ഒരു ചോദ്യമാണ്. ഹൈഡ്രോ കാർബൺ ഉണ്ട്, അതുപോലെ തന്നെ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ട്, ഓക്കെ, അമീൻസ് ഉണ്ട്, എല്ലാം കണക്റ്റഡ് ആണ്. നമുക്ക് ചെയ്തു നോക്കാം. പ്രൊപ്പൈൻ CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് വാട്ടർ അഡീഷൻ നടക്കുന്നു ആൻഡ് ബിക്കംസ് CH3 COH ഡബിൾ ബോണ്ട് CH2. ഈ കാണിച്ചിരിക്കുന്ന ഈനോൾ ഫോം ടോട്ടോമറൈസ് ചെയ്ത് അസറ്റോൺ ആയിട്ട് മാറും. ഈ അസറ്റോണിലേക്കാണ് HCN അഡീഷൻ നടത്തുന്നത്, അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുന്നത് ആൻഡ് ബിക്കംസ് CH3 CNOH സയനോഹൈഡ്രജൻ ആയിട്ട് മാറും. ഈ സയനോഹൈഡ്രജനെയാണ് കറ്റാലിറ്റിക് ഹൈഡ്രോജനേഷൻ നടക്കുന്നത്. കറ്റാലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്തി കഴിഞ്ഞാൽ സയനോഹൈഡ്രജനിലെ സയനോ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? റെഡ്യൂസർ ആയിട്ട് അമിനോ ഗ്രൂപ്പ് ആയിട്ട് മാറും, CH2NH2 ആയിട്ട് മാറും. റെഡിയാണ്? ആൻഡ് ഫോർ ദ റൈറ്റ് ആൻസർ ഇസ്, എവിടെയാ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നേടാ മക്കളെ? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ് ഓപ്ഷൻ 2. നല്ല ചോദ്യമായിരുന്നു അത്.